റഷ്യയിൽ നിന്നുള്ള ഭാരതത്തിന്റെ എണ്ണ ഇറക്കുമതിയിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി വ്ളാഡിമിർ പുടിൻ. ആരുടെയും മുന്നിൽ അപമാനിതരാകാൻ നിന്നുകൊടുക്കുന്ന രാഷ്ട്രമല്ല ഭാരതമെന്ന് പുടിൻ പറഞ്ഞു. എണ്ണ ഇറക്കുമതി നിർത്തലാക്കാനുള്ള ഒരു നീക്കവും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നടത്തില്ലെന്നും വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി. ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ആദ്യം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലേക്ക്, അതിനുശേഷം ഐസണിലേക്ക് പോകാം. If India stops buying our energy, damage will be inflicted upon them, like to $9 to $10 billion if they decline to buy energy from us. If not, high duties will be imposed on them, and once again, damage will be there. Well, the same amount of damage, and why then decline to buy Russian energy to actually sustain political risks? And the Indian people will look at what decisions are made by the political leadership and never accept any humiliation before anyone. And also I know Prime Minister Modi, he will never take any steps of the kind. So, economy-wise, there is no point in it. യെസ് ഐസൺ, ഈ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ്, ഒപ്പം ഭാരതത്തെപ്പറ്റി, ഭാരതത്തിന്റെ ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തെ പറ്റിയുള്ള റഷ്യൻ ഭരണാധികാരിയുടെ കാഴ്ചപ്പാട് കൂടിയാണല്ലോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും ഗൗതം, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയിലുള്ള കൃത്യമായ വിശ്വാസവും ബോധ്യങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് അദ്ദേഹത്തിൻ്റെ അവസാനം നമ്മൾ കേട്ട വാക്കുകളിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിയെ തനിക്കറിയാം. അദ്ദേഹം ഇത്തരം ആത്മാഭിമാനം വിട്ടുള്ള കളി, അതായത് രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെ പണയം വയ്ക്കുന്ന ഒരു പ്രവർത്തനവും ചെയ്യില്ല എന്ന കൃത്യമായൊരു നിരീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഇത്ര കണ്ട് കൃത്യമായി വിലയിരുത്തുന്ന ഒരു സന്ദേശം മറ്റു ലോക നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിൽ കൃത്യമായൊരു നിരീക്ഷണമാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പുടിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം പറയുന്നത് ആത്മാഭിമാനമുള്ളൊരു സമൂഹമാണ് ഭാരതം, ആത്മാഭിമാനമുള്ള രാജ്യമാണ് ഭാരതം. ഇത്തരത്തിൽ ഏതെങ്കിലും ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷികളുടെ എന്തെങ്കിലും തീരുമാനങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുകയോ ചെയ്യുന്ന ചരിത്രം ഭാരതത്തിനില്ല. അതൊരു രാഷ്ട്രീയ നിലപാടാണ് ആ രാജ്യത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ ആ രാജ്യം അത്തരം നീക്കങ്ങളിലേക്ക് നീങ്ങില്ല എന്ന കൃത്യമായൊരു നിലപാടാണ് പുടിൻ പറയുന്നത്. പുടിൻ പറയുന്ന വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. നമുക്കറിയാവുന്നതാണ്, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിലാണ് ഒരു പിഴത്തീരുവ ഭാരതത്തിനെതിരെ അമേരിക്ക ചുമത്തിയത്. 25% പിഴത്തീരുവ ചുമത്തിയതോടുകൂടി വലിയ പിഴത്തീരുവയുള്ള 2 രാജ്യങ്ങളിലൊന്നായി ഭാരതം മാറുകയും ചെയ്തു. വലിയ തീരുവ ചുമത്തുന്ന രാജ്യമായി ഭാരതം മാറുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഭാരതം അമേരിക്കയ്ക്ക് വിധേയപ്പെട്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കുക എന്ന ഭീരുത്വം നിറഞ്ഞ നിലപാട് സ്വീകരിക്കുന്ന വിഷയമേ ഇല്ല എന്ന നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ തന്നെ പലതവണ ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രിയും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും തന്നെ പൊതുവേദികളിലും അല്ലാതെയുമായി കൃത്യമായി വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ് വ്ളാഡിമിർ പുടിനും പറയുന്നത്. തീർച്ചയായും ആത്മാഭിമാനമുള്ളൊരു രാജ്യമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അമേരിക്കയുടെ ഭീഷണിയെ തുടർന്ന് നിർത്താനൊന്നും ഇന്ത്യ തയ്യാറാകില്ല എന്ന കൃത്യമായൊരു സന്ദേശം അദ്ദേഹം നൽകുന്നു എന്നത് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട കാര്യമാണ്. മാത്രമല്ല, മറ്റ് ചില വിഷയങ്ങളും 2 രാജ്യങ്ങളും എണ്ണ ഇറക്കുമതി നിർത്തിവെക്കുന്നത് സ്വാഭാവികമായും ഇരു രാജ്യങ്ങളുടെയും ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങളുണ്ട്. റഷ്യയ്ക്കും അത് ഗുരുതരമായി ബാധിക്കുമെന്ന നിലപാട് അറിയിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ ഊർജ്ജ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന നിലപാടായതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കില്ല എന്ന് കൃത്യമായി ഭാരതത്തിൻ്റെ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ ഒരു നിലപാട് ഭാരതം സ്വീകരിച്ചിരിക്കുന്നു. അതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു നിലപാട് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. തീർച്ചയായും നേരത്തെ നമുക്കറിയാം, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗം ചൈനയിൽ നടന്നതിന് തൊട്ടു പിന്നാലെ ഭാരത ചൈന റഷ്യ ബന്ധം ശാക്തീകരിക്കപ്പെട്ട അതിശക്തമായി മാറിയ ആ സഖ്യത്തിൻ്റെ ഒരു വാലിഡേഷൻ കൂടിയാണ് വ്ളാഡിമിർ പുടിൻ്റെ വാക്കുകളെന്നും നിരീക്ഷിക്കപ്പെടാവുന്നതാണ്. ഗൗതം, എണ്ണ ഇറക്കുമതിയിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് റഷ്യ. ആരുടെയും മുന്നിൽ അപമാനിതരാകില്ലെന്നും ഭാരതം അങ്ങനെയൊരു രാജ്യമല്ലെന്നും റഷ്യയുമായി ബന്ധപ്പെട്ടുള്ള ധാരണയിൽ നിന്നും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്മാറില്ലെന്നും വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നു. റഷ്യൻ ഭരണാധികാരിക്ക് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും നമ്മുടെ ഉറച്ച നിലപാടുകളും വ്ളാഡിമിർ പുടിൻ്റെ മനസ്സിലെ ധാരണകൾ, അതാണ് പുടിൻ്റെ വാക്കുകളിലൂടെ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സ് പങ്കുവച്ചത് ഐസൺ ജോസ് ആണ്. ഇപ്പോൾ പുത്തൻപുലരി ഏതാണ്ട് 1 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ഇന്ന് ഈ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ആദ്യം
വളരെ വിശദമായി ചർച്ച ചെയ്ത ഇസ്ലാമിക സംഘടനകൾ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന വിഷയം തന്നെയാണ്. രാജൻ ചെങ്ങാത്ത് അദ്ദേഹം ഈ ഇസ്രയേലിൻ്റെ കൊടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. സപ്പോർട്ട് ഇസ്രായേൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ധാരാളം ആളുകൾ അതിനെ പിന്തുണച്ചുകൊണ്ടും രംഗത്തെത്തുന്നു. നമുക്കറിയാം ഈ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇസ്രായേലിനോട് ഒരു വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയത മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രമാണ്. ദേശീയതയുടെ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഒരു ഏക സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തുന്നത്. അങ്ങ് കശ്മീർ മുതൽ കേരളം വരെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ ഉൾപ്പെടെ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭാരതം എന്ന് പറയുന്ന ഒരു ദേശീയതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒന്നാണ് എന്ന ചിന്ത വരുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രവും ഇതേ രീതിയിൽ ദേശീയ സ്വഭാവമുള്ള ഒരു രാജ്യമാണ്. നമുക്കറിയാമല്ലോ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇസ്രായേൽ, ഇപ്പോഴത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും അവരെ ആട്ടി ഓടിച്ചതാണ്. അത് പലതരത്തിലുള്ള അധിനിവേശങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നതുപോലെയുള്ള അധിനിവേശം ഇപ്പോഴത്തെ ഇസ്രായേലിലേക്കും വന്നു. അങ്ങനെ ഇസ്രായേലിലേക്ക് വന്നതിൻ്റെ ഭാഗമായി അവർക്ക്, ജൂതന്മാർക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോകേണ്ടി വരികയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികളിൽ നിന്നും കൊടിയ പീഡനം ഈ ജൂതന്മാർക്ക് നേരിടേണ്ടി വന്നതൊക്കെ നമ്മൾ കൊച്ചു പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടെ പഠിച്ചതാണ്. അങ്ങനെ ആ കൊടിയ പീഡനങ്ങൾ നേരിടുന്ന സമയത്തും ഇസ്രായേലുകാരുടെ മനസ്സിൽ അവർക്ക് അവരുടെ ജനിച്ച മണ്ണ്, തങ്ങളുടെ 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള പൂർവികർ എവിടെയാണോ ജനിച്ചത്, എവിടെയാണോ യഹൂദ മതത്തിൻ്റെ അടിസ്ഥാനമുള്ളത്, ആ മണ്ണിലേക്ക് തിരിച്ചു പോകണം എന്നതായിരുന്നു ഓരോ യഹൂദൻ്റെയും മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റാണ്ടുകളോളം ഇവരുടെ പൂർവികരുണ്ടായിരുന്ന അതേ മണ്ണിന് വേണ്ടി അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാണ് 948 ആകുമ്പോൾ ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപപ്പെടുന്നത്. അപ്പോൾ വിദേശ ശക്തികൾ പലപ്പോഴും ഈ യഹൂദന്മാരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ഏഷ്യയിലോ ഒക്കെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപപ്പെടുത്തിയാൽ പോരെ എന്നതാണ്. പക്ഷേ യഹൂദന്മാരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ പൂർവികരുറങ്ങുന്ന, അവരുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ രൂപപ്പെടുന്ന ആ മണ്ണിൽ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം വീണ്ടും രൂപപ്പെടുത്തണം എന്ന സങ്കല്പമാണ് ദേശീയത എന്ന് പറയുന്നത്. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഇതേ ദേശീയ സങ്കല്പം ഉള്ളതുകൊണ്ടാണ് 1000 വർഷത്തെ അടിമത്തത്തിൽ നിന്നും ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം 1947 മോചിതമായത്. അപ്പോൾ പറഞ്ഞു വന്നത്, ദേശീയ വികാരം എന്ന് പറയുന്നത് ഭാരതത്തെയും ഇസ്രായേൽ പോലൊരു ചെറിയ രാജ്യത്തെയും ഒക്കെ ഒരുമപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കമൻറ്റ് ബോക്സിലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ എത്തുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്.